ഹലോ എവ്രി വൺ, വെൽക്കം ടു നോട്ട്ബഡി.in. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇത് എഴുതിയിട്ടുള്ളത് ശ്രീകാന്ത് ബോല. ഇദ്ദേഹം ആന്ധ്രാപ്രദേശിലെ മച്ചിലിപട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് 1991 ജനിച്ചിട്ടുള്ളതാണ്. ഇവരൊരു ഇൻസ്പയറിംഗ് ഇന്ത്യൻ എന്റർപ്രണർ ആണ്. അതുപോലെ ദ മെയിൻ പാർട്ട് ഈസ് ഇവര് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത ഫാമേഴ്സിന്റെ കർഷകരുടെ മകനാണ്. പക്ഷെ എന്താണ്, അവര് വലിയൊരു പൊസിഷനിൽ എത്തുന്നതാണ്. ഓക്കെ, നമ്മളെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രീകാന്ത് സ്വയം ഒരു സംരംഭകനാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അതായത് എന്റർപ്രണർ. ഇന്ത്യക്കാരിലെ 51% ആളുകളും സ്വയം തൊഴിൽ ചെയ്യുന്നവരാണ് എന്നുള്ളൊരു സത്യവും അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള സംരംഭക ദമ്പതികൾ, അതായത് എന്റർപ്രണോറിയൽ കപ്പിള് അദ്ദേഹം വിളിക്കുന്നത് അവരുടെ പാരൻസിനെയാണ്. അത് പറഞ്ഞുകൊണ്ടാണ് പാരൻസിന്റെ കഥ പറയാൻ തുടങ്ങുന്നത്. ചെറുതായിട്ടുള്ളൊരു ഒരു സ്പേസിൽ കൃഷി ചെയ്തിട്ട് അവര് വർഷം ഒരു 20,000 രൂപ മാത്രമാണ് സമ്പാദിച്ചിരുന്നത്. പക്ഷെ എന്താണ്, അവന്റെ കണ്ണില് ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള കപ്പിൾ എന്ന് പറയുന്നത് ഇവരാണ്. ആക്ച്വലി ഈ ഒരു മണി മാത്രമല്ല നോക്കുന്നത്, ആ പാരൻസിന്റെ ആ ഒരു സ്പിരിറ്റ്, അതായത് മുന്നോട്ട് പോകാനുള്ള ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ് അദ്ദേഹം അവിടെ കാണിക്കുന്നത്. ഏത് കപ്പിളിനാണെങ്കിലും ഒരു കുഞ്ഞിന്റെ ജനനം എന്ന് പറഞ്ഞാൽ എന്താണ്, അത്രയും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലെ. പക്ഷേ ഇവർക്ക് ഈ ശ്രീകാന്തിന്റെ അച്ഛനും അമ്മയ്ക്കും എന്താണ്, അത്ര അടിപൊളി ആയിരുന്നില്ല. അതായത് നമ്മൾ പറയല്ലേ, നമുക്കൊരു കുഞ്ഞുണ്ടായാൽ കണ്ണിൽ കൃഷ്ണമണിയാണെന്നെല്ലാം പറയും. ആപ്പിൾ ഓഫ് ദി ഐ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ അതിന് പറയുന്നത്. എന്നാൽ നമ്മളെ ഈ ഒരു വാചകം ഉണ്ടല്ലോ, ഈ ആപ്പിൾ ഓഫ് ദി ഐ, അത് ഇവരുടെ ജീവിതത്തിൽ എന്താണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ലായിരുന്നു. കാരണം അവരൊരിക്കലും ആപ്പിളും കണ്ടിട്ടില്ല. കൂടാതെ ശ്രീകാന്ത് ജനിച്ചതോ കണ്ണുകളില്ലാതെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു എന്താണ്, ഞാനൊരു എന്റർപ്രണർ ആണെന്ന് പറഞ്ഞിട്ടാണല്ലേ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എന്താണ്, കണ്ണ് കാണാത്ത ഒരാളാണ് എന്ത് എന്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുള്ളത്. കണ്ണുകളില്ലാതെ ജനിച്ചതുകൊണ്ട് തന്നെ ഈ സൊസൈറ്റി എന്താണ്, ഇദ്ദേഹത്തെ ഒരു ബേർഡൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഒരു ഭാരമായിട്ട്. ചില ആളുകളൊക്കെ പറഞ്ഞു എന്താണ്, നിങ്ങൾക്ക് ഇവനെ ശ്വാസം മുട്ടിച്ച് കൊന്നുകൂടെ, അതായത് ഈ ആളെ ഇല്ലാതാക്കിക്കൂടെ എന്ന് വരെ സൊസൈറ്റി പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ പാരൻസ് എന്താണ്, ഒരുപാട് അൺകണ്ടീഷണൽ ലവും കെയറും എല്ലാം കൊടുത്തു. അവർക്ക് ഫീൽ ചെയ്തത് എന്താണ്, അവര് റിച്ചസ്റ്റ് കപ്പിളാണ്. അതായത് ശ്രീകാന്ത് ഹിംസെൽഫ്, അദ്ദേഹം തന്നെ എന്താണ് കൺസിഡർ ചെയ്യുന്നത് ലക്കിയസ്റ്റ് പേഴ്സൺ എന്നാണ്. ഓക്കെ, കുട്ടിയായിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് കൂടുതലായിട്ടും അച്ഛന്റെ കൂടെയെല്ലാം വയലുകളിൽ സമയം ചെലവഴിച്ച്. പക്ഷെ എന്താണ്, കാലുകളൊക്കെ ചെറുതല്ലേ, നമ്മൾ കുട്ടിയാവുന്ന സമയത്ത് കാലുകൾ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ കൃഷിയിൽ അധികം സഹായിക്കാനൊന്നും പറ്റിയിട്ടില്ല. ആ ഒരു സമയത്താണ് അച്ഛനും എല്ലാം റിയലൈസ് ചെയ്യുന്നത് അദ്ദേഹം ഈ ഒരു കൃഷി കാര്യങ്ങൾക്കൊന്നും യോജിച്ചതല്ല. പക്ഷെ എന്താണ്, വിദ്യാഭ്യാസമായിരിക്കും അദ്ദേഹത്തിന്റെ വഴിയെന്ന് അവര് എന്താണ് ചിന്തിക്കുകയാണ്. അങ്ങനെ അത് അവര് ഡിസൈഡ് ചെയ്യാണ്. സ്കൂളിലേക്ക് പോകുന്നതൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത് അത്യാവശ്യം ദൂരെയായിരുന്നു. അത് മാത്രമല്ല, അധ്യാപകരും സഹപാഠികളും ഫ്രണ്ട്സും എല്ലാം എന്താണ്, അദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്യാണ്. കാരണം കണ്ണ് കാണില്ലല്ലോ. 2 വർഷം മുഴുവനും അദ്ദേഹം എന്താണ് ലാസ്റ്റ് ബെഞ്ചിലാണ് ഇരുന്നിട്ടുള്ളത്. എല്ലാ ആക്ടിവിറ്റിന്നും എല്ലാത്തിന്നും എന്താണ് ഇദ്ദേഹത്തിനെ ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുമായിരുന്നു. അപ്പോൾ ഇവർക്ക് ഫീൽ ചെയ്യുന്ന എന്താണ്, ഞാൻ ഏറ്റവും പുവർ ആയിട്ടുള്ള കുട്ടിയാണെന്നുള്ളൊരു തോട്ടാണ് വരുന്നത്. അത് പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ എന്താണ്, ആ ഒരു ഒറ്റപ്പെടുത്തലും ഏകാന്തതയുമാണ് അങ്ങനെ ചിന്തിപ്പിക്കാനുള്ള കാരണം. അങ്ങനെ അദ്ദേഹത്തിന്റെ പാരൻസും റിലേറ്റീവ്സും എല്ലാം തീരുമാനിക്കുകയാണ് ഇദ്ദേഹത്തെ എന്താണ് ഇതുപോലുള്ള കുട്ടികളുള്ള സ്കൂളുകളിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. അതായത് ഡിസേബിൾഡിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്കൂളുകൾ ഉണ്ടാവല്ലോ, അങ്ങനെ അങ്ങനെ ഹൈദരാബാദിലെ ഒരു പ്രത്യേക സ്കൂളിലാണ് അദ്ദേഹം ചേരുന്നത്. അവിടുത്തെ എന്താണ് ബെസ്റ്റ് സ്റ്റുഡന്റ് ആവാണ്, മികച്ച വിദ്യാർത്ഥിയായി. അതുപോലെ ക്ലാസ്സിൽ ഒന്നാമനായി. പിന്നെ ചെസ്സിൽ, ക്രിക്കറ്റിൽ, ഇതിനൊക്കെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയും എന്താണ് ഹൈയിലേക്ക് പോയിക്കാണ് ചെയ്തത്. ലീഡ് ഇന്ത്യ യൂത്ത് ട്രാൻസ്ഫോർമേഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഇതൊക്കെ APJ അബ്ദുൽ കലാം സാറിന്റെ കൂടെ എന്താണ് പ്രവർത്തിക്കാനുള്ള അവസരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്, അത്രയും പുവർ, അതായത് വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ആളല്ല. പക്ഷെ എന്താണ്, അദ്ദേഹത്തിന്റെ സ്കില്ലാണ് അല്ലെ കാര്യം. എന്താണ്, പഠനത്തിന് കൊടുത്തിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസും, അതുപോലെ എന്ത് പ്രശ്നം വന്നാലും എല്ലാ ആളുകളും ഇഗ്നോർ ചെയ്തു എന്ന് പറഞ്ഞു. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഹൈയിലേക്കൊന്നും അദ്ദേഹം എത്തില്ലായിരുന്നു അല്ലെ. 10th 90%-ലധികം വാങ്ങിയിട്ടുണ്ട് മാർക്ക്. അതുകൊണ്ട് തന്നെ ശ്രീകാന്തിന് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ബോർഡിൽ സയൻസ് പഠിക്കാനായിരുന്നു ആഗ്രഹമുള്ളത്. പക്ഷെ അവിടുത്തെ അതോറിറ്റീസ് പറയാണെന്ത്, ബ്ലൈൻഡ് ആയതിനാൽ
ആർട്സ് സബ്ജക്റ്റ് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂന്ന്. ആ സമയത്ത് ശ്രീകാന്തിന് ഒരിക്കലും തനിക്ക് കാഴ്ച കുറവുണ്ട് എന്നുള്ളതല്ല അംഗീകരിക്കുന്നത്. തനിക്കെന്താണ് കാഴ്ചയിൽ കുറച്ചെന്താണ് വെല്ലുവിളി ഉണ്ടെന്നാണ്. അതായത് വിഷ്വലി ഇംപയർഡ് അല്ല, ബട്ട് എന്താണ് വിഷ്വലി ചാലഞ്ചഡ് ആണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ തീരുമാനം അംഗീകരിക്കാതെ സയൻസ് പഠിക്കാനുള്ള ആ ഒരു റൈറ്റിന് വേണ്ടി, അവകാശത്തിന് വേണ്ടിയിട്ട് പോരാടാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അദ്ദേഹം കോടതിയെ സമീപിച്ച് 6 മാസം നീണ്ട ഒരു പൊളിറ്റിക്കൽ ഒരു പോരാട്ടം തന്നെ നടത്തി. അങ്ങനെ ഫൈനലി വിജയം നേടി. സയൻസ് പഠിക്കാൻ സർക്കാരിന്റെ ആ ഒരു അനുമതി നേടി. പക്ഷെ എന്താന്ന് വെച്ചാല് നമ്മളെ സെൽഫ് റിസ്ക് ല്ലേ, നമ്മളെ റിസ്കിൽ, നമ്മളെ ഉത്തരവാദിത്തത്തിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടതെന്നുള്ള ആ ഒരു കണ്ടീഷനിലാണ് അനുമതി കിട്ടിയിട്ടുള്ളത്. ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും അപ്പോൾ സ്പെഷ്യൽ ആയിട്ട് കിട്ടൂല. അതൊന്നും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ പഠിച്ചു. അദ്ദേഹത്തിന്റെ മെന്റർ എല്ലാ പാഠപുസ്തകങ്ങളും ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അതെല്ലാം കേട്ടാണ് ഇവര് പഠിക്കുന്നത്. അതിന്റെ റിസൾട്ട് ആയിട്ട് 98% മാർക്ക് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ വെല്ലുവിളികൾ എന്തോ ആയിക്കോട്ടെ, എന്തൊക്കെ ചലഞ്ചസ് വന്നാലും നമുക്ക് വിൽ പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാമെന്ന് അയാൾ തെളിയിക്കുകയാണ്. ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകളായിട്ടുള്ള IIT-കളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള സമയത്ത് കാഴ്ചയില്ലാത്തതിനാൽ ഇങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒന്നും എഴുതാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിനോട് പറയാണ്. അതുകൊണ്ട് തന്നെ IITക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് IITയും വേണ്ട എന്നുള്ള ആ ഒരു തീരുമാനത്തിലെത്താണ്. അതിന് പകരം എന്ത് ചെയ്യാണ്, അമേരിക്കയിലെ ബെസ്റ്റ് സർവകലാശാലകളിലേക്ക്, യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ അവര് അപേക്ഷിച്ചു. അതിൽ MIT, സ്റ്റാൻഫോർഡ്, ബെർക്ക്ലി, കാർണഗി മെലൻ ഇവിടുന്നൊക്കെ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അതിൽ ഇവർ ചൂസ് ചെയ്തിട്ടുള്ളത് MIT ആയിരുന്നു. അതിൽ തന്നെ ഹിസ്റ്ററിയിൽ തന്നെ ഫസ്റ്റ് ബ്ലൈൻഡ് സ്റ്റുഡൻ്റ് ആണ്, ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു ശ്രീകാന്ത്. MIT-യിൽ പഠിക്കുന്ന സമയത്ത് ശ്രീകാന്ത് തൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് നല്ല സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, അമേരിക്കയിലെ വല്ല കോർപ്പറേറ്റ് ജോലിയിലും ചേർന്നാൽ മതിയോ, വിവാഹമൊക്കെ കഴിഞ്ഞ് ഇവിടെ തന്നെ സെറ്റിലാക്കിയാൽ മതിയോ എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അങ്ങനെ വേണ്ടാന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം പരിഹരിക്കണം എന്നുള്ളൊരു മൈൻഡ് വരുവാണ്. എന്തിനാണ് ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ഇങ്ങനെ ബാക്ക് ബെഞ്ചിൽ ഇരുത്തുന്നത്? പിന്നെ അതുപോലെ ഇന്ത്യയിൽ 10% ഓഫ് ആൾക്കാർ ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് വൈകല്യമുള്ള ആളുകളുണ്ട്. അവരെന്തിനാണ് ഈ സൊസൈറ്റിയിൽ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നത്? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉയർന്നു വന്നു. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളും ചിന്തകളുമാണ് അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് തിരികെ വരണം എന്നുള്ള ആ ഒരു തോട്ട് വരുന്നത്. അങ്ങനെ അമേരിക്കയിലെ എല്ലാ കോർപ്പറേറ്റ് ഓപ്പർച്യൂണിറ്റീസും ഒഴിവാക്കി, അത്രയും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ജോബ് എല്ലാം ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ശക്തമായിട്ടുള്ളൊരു സപ്പോർട്ട് സംവിധാനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ പാർട്ട്ണറോടൊപ്പം ബൊള്ളൻഡ് ഇൻഡസ്ട്രീസ് എന്നുള്ള ഒരു സ്ഥാപനം ആരംഭിക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ വൈകല്യമുള്ള, ഈ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ട്രെയിനിങ് കൊടുത്ത് തൊഴിലൊക്കെ നൽകി അവരെ സമൂഹത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി. അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാന്. അതൊരു സക്സസ് തന്നെയായിരുന്നു. കാരണം ഇതുവരെ അവര് 3000-ലധികം സ്റ്റുഡൻസിന് വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം, അതുപോലെ സ്പോർട്സ് ഇങ്ങനത്തെ ഫീൽഡുകളിലൊക്കെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കമ്പനിയിലാണെങ്കിൽ 150-ലധികം ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഒരു $1 മില്യൺ വിൽപ്പനയും നടത്തുന്നുണ്ട്. പക്ഷേ ശ്രീകാന്ത് പറയുന്നത് ഇത് വെറും ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് പറയുന്നത്. ശ്രീകാന്ത് അദ്ദേഹത്തിന്റെ സംസാരം അവസാനിപ്പിക്കുന്നത് 3 ലെസൺ പറഞ്ഞുകൊണ്ടാണ്. ഏതൊക്കെയാണ് 3 ലെസൺ എന്നറിയോ? ഫസ്റ്റ് 1 ഷോ കമ്പാഷൻ, കരുണ കാണിക്കുക. അതായത് മറ്റുള്ളവർ വിജയിക്കാൻ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിൽ നിന്ന് ആണ് വരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. സെക്കൻഡ് കാര്യം ഈ ഒരു ലോൺലിനെസ്സിനെ ആളുകളുടെ ജീവിതത്തിൽ നിന്ന് റിമൂവ് ചെയ്യുക. കാരണം അതാണ് ഏറ്റവും മോശമായിട്ടുള്ള പോവേർട്ടി എന്നാണ് അദ്ദേഹം കണക്കാക്കുന്നത്. ഇനി തേർഡ് 1 എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ആദ്യ ബെനിഫിറ്റ് കിട്ടുന്നത് നമുക്ക് തന്നെയാണ്. ഓക്കെ, ഇത്രയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ആളുകൾ പലതും കരുതിയേക്കാം, അതായത് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതൊക്കെ. പക്ഷെ ശ്രീകാന്ത് പറയുന്നത് എനിക്ക് എല്ലാം ചെയ്യാം, എനിക്ക് ഐ ക്യാൻ ഡു എനിത്തിങ് എന്നാണ് പറയുന്നത്. ഇത്രയാണ് മക്കളെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഭയങ്കര ഇൻസ്പയറിംഗ് ആണല്ലേ? ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾ ഇത്രയും സക്സസ് നേടിയെടുത്തു അല്ലേ?
അപ്പൊ നമുക്കും എല്ലാം ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടമായോ, ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്നൊക്കെ കമന്റ്സിൽ ചോദിക്കുക. ഇതിന്റെ എല്ലാ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസറും notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ കിട്ടുന്നതാണ്. അതിന്റെ ലിങ്ക് മിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ക്ലാസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബാക്കി ചാപ്റ്റേഴ്സും പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാം കാണുക, എക്സാം ഒക്കെ നല്ല പോലെ എഴുതുക. ഓക്കെ, ബൈ.